5 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കുടിയിറക്കപ്പെട്ടവർക്ക് സർക്കാർ വീതിച്ചു നൽകിയ സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ മാർഗമില്ല. ഇടുക്കിയിൽ 1971 ലോവർ പെരിയാർ പദ്ധതിയുടെ ഭാഗമായി കുടിയിറക്കിയ 72 കുടുംബങ്ങൾക്ക് ചിന്നക്കനാലിൽ നൽകിയ ഭൂമിയിലേക്ക് എത്തുന്നതിന് ഉപയോഗിക്കുന്ന റോഡിന്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് സ്വകാര്യ സ്കൂൾ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതോടെയാണ് ഇവർ വീണ്ടും നിയമക്കുരുക്കിൽപ്പെട്ടത്. ലോവർ പെരിയാർ പദ്ധതിയുടെ ഭാഗമായി 1971 92 കുടുംബങ്ങളെയാണ് കുടിയിറക്കിയത്. ഇതിനുശേഷം ഇവരുടെ പുനരധിവാസം നീണ്ടത് 5 പതിറ്റാണ്ടാണ്. 2023 ചിന്നക്കനാൽ മൗണ്ട് ഫോർട്ട് സ്കൂൾ കൈയടക്കി വച്ചിരുന്ന സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുകയും പിന്നീട് 72 കുടുംബങ്ങൾക്ക് 15 സെന്റ് വീതം പട്ടയം അനുവദിച്ച് ഫ്ലോട്ട് തിരിച്ചു നൽകിയത്. ഭൂമിയിലേക്കുള്ള റോഡ് കടന്നു പോകുന്നത് സ്കൂളിന്റെ ഗേറ്റ് കടന്നാണ്. എന്നാൽ റോഡ് നിലനിൽക്കുന്നത് സ്കൂളിന്റെ സ്വന്തം ഭൂമിയിലാണെന്നും മറ്റ് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ കഴിയില്ലെന്നും കാണിച്ച് സ്കൂൾ കോടതിയെ സമീപിക്കുകയും അനുകൂലമായ സ്റ്റേ വാങ്ങുകയും ചെയ്തു. ഇതോടെ കാത്തിരുന്നു കിട്ടിയ സ്ഥലത്തേക്ക് എത്താനും നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. അതേസമയം കുടുംബങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കുന്നതിന് ഇടപെടൽ നടത്തുമെന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 72 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ചിന്നക്കനാലിൽ ഭൂമി നഷ്ടമായവർക്ക് ഭൂമി നൽകിയത്. സർക്കാർ ഭൂമി നൽകിയെങ്കിലും അങ്ങോട്ട് പോകാനുള്ള വഴി മൗണ്ട് സ്കൂളുകാർ അടച്ച് ഗേറ്റ് ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. അവർക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായി ചർച്ചയ്ക്ക് പഞ്ചായത്ത് തയ്യാറാകും. അതേസമയം സ്കൂൾ അവകാശവാദം ഉന്നയിക്കുന്ന റോഡ് റവന്യൂ ഭൂമിയുടേതാണെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അനുകൂല വിധി സമ്പാദിച്ചതെന്നും ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ മുഴുവൻ ഭൂമിയും കൃത്യമായി സർവേ നടത്തുകയും പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.